ഉത്ബുദ്ധരായ യാത്രികർ, ഉയരെടുക്കാത്ത റോഡുകൾ, നമുക്ക് ചേർന്ന് മുന്നേറാം. വൈസ് ഡ്രൈവ്, ലെറ്റ്സ് ട്രെയിൻ അവർ മൈൻഡ് ഫോർ എ സേഫ് ഡ്രൈവ്. പറപ്പൂർ കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ആചാരവേദി ഉയരുമ്പോൾ അത് മലപ്പുറത്തിന്റെ സാഹോദര്യ പെരുമയുടെ മറ്റൊരു ഉദാഹരണം കൂടിയാണ്. ചോലക്കുണ്ട് നമ്പ്യാടത്ത് തറവാട്ടിലെ പൂർവികർക്ക് ലഭിച്ച അവകാശമാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിലൂടെ മുഹമ്മദ് കുട്ടി ഇന്നും തുടർന്നു പോരുന്നത്. ഈ കേൾക്കുന്ന ആചാരവെടി പരസ്പര സാഹോദര്യം വിളിച്ചോതുന്നതാണ്. സാഹോദര്യ പെരുമ ആവോളമുയർത്തുന്ന മലപ്പുറത്തു നിന്നുമാണ് ഈ അപൂർവ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരുന്നത്. കിഴക്കേ കോവിലകത്തിന് കീഴിലാണ് പറപ്പൂർ കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രം. ഉത്സവത്തിന് തീയതി കുറിക്കുമ്പോൾ ഉയരുന്ന ആചാരവെടിയുടെ അവകാശം തലമുറകളായി നമ്പ്യാരത്ത് കുടുംബത്തിനാണ്. കോവിലകത്തുകാരാണ് മഞ്ചേരിയിൽ നിന്നും ഈ കുടുംബങ്ങളെ പറപ്പൂരിലെത്തിച്ചത്. വെടിക്കോപ്പുകളുമായി ആദ്യമെത്തിയത് മൊയ്തീൻ ഗുരുക്കളായിരുന്നു. ശേഷം ഇപ്പോൾ ആചാരവെടി മുഴക്കുന്ന മുഹമ്മദ് കുട്ടിയുടെ പിതാവ് കുഞ്ഞു കോമുക്കുട്ടി ഗുരുക്കൾക്കായി സ്ഥാനം. 5-ാം വയസ്സിൽ കതിനയ്ക്ക് തീ കൊടുത്തായിരുന്നു മുഹമ്മദ് കുട്ടിയുടെ വരവ്. പരമ്പരാഗതമായി ലഭിച്ച അനുഷ്ഠാന ചടങ്ങ് ഏറെ അഭിമാനത്തോടെയാണ് ചെയ്യുന്നതെന്ന് മുഹമ്മദ് കുട്ടി പറഞ്ഞു. അവിടുന്ന് ഇതൊരു പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടുവരുന്നത് ഞങ്ങൾ ബാപ്പ കാരണന്മാരായിട്ട് ചെയ്തു പോരണം. അപ്പം നമ്മൾ ഇതിൻ്റെ ശേഷം എൻ്റെ മകൻ ഇത് ഏറ്റെടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോരുന്നു. കെ കോവിലം നമ്മളെ മഞ്ചേരിയിൽ നിന്ന് കുരുക്കന്മാരായി കൊടുന്നു. അവിടുന്ന് ചെയ്തു പോരുന്നു. ഇതുവരെ താല്പര്യം നിശ്ചയിക്കാൻ വരുമ്പോൾ തമ്പുരാൻ കാവ് കയറിയാൽ ഞങ്ങൾക്ക് ആചാരവെടിയായിട്ട് ഞങ്ങൾ 2 വെടി വെക്കും. പിന്നെ അതിൻ്റെ ചടങ്ങുകൾക്കൊക്കെ ഈ 2 വെടിയായിട്ട് താല്പര്യത്തിന് ചിലപ്പോൾ 12 വെടിയാവും, ചിലപ്പോൾ 14 വെടിയാവും. 40 വർഷങ്ങൾക്കിപ്പുറം മകൻ റിസ്വാനും ഇദ്ദേഹത്തോടൊപ്പമുണ്ട്. ക്ഷേത്രത്തിൽ 64 അവകാശികൾക്കൊപ്പമാണ് ഈ കുടുംബത്തിന്റെയും സ്ഥാനമെന്നതും ഏറെ മഹനീയമാകുന്നു. ക്ഷേത്രം ഭാരവാഹികളുടെയും ഭക്തരുടെയും പിന്തുണയും സ്നേഹവും ആവോളം അനുഭവിക്കുകയാണ് നമ്പ്യാടത്ത് കുടുംബം. അടുത്ത വെള്ളിയാഴ്ചയാണ് പറപ്പൂർ താലപ്പൊലി മഹോത്സവം. മലബാർ ന്യൂസ്, കോട്ടയ്ക്കൽ.